الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن صدق الله العلي العظيم. അള്ളാഹുവിൻ്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിക്കുകയും തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി, അതായത് എന്നെന്നും നിലനിൽക്കുന്ന ശാശ്വതമായ സ്വർഗം, അത് നേടിയെടുക്കുന്ന കാര്യത്തിൽ സകല വിഷയങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഭൂമുഖത്ത് മനുഷ്യകുലത്തെ അള്ളാഹു നിരന്തരമായി പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ശാശ്വതമായ സ്വർഗവും ശാശ്വതമായ നരകവും വെച്ചുകൊണ്ട് സെലക്ഷൻ നടത്തുക എന്നത് മാത്രമാണ് ഈ ഭൂമുഖത്ത് നടക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏക സംഭവം, സംഗതി എന്ന് പറയുന്നത്. ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ വെച്ച് അകപ്പെട്ടതുപോലെ പിശാച് മനുഷ്യനെ വഞ്ചിക്കും. കൂടെ തന്നെ സ്വർഗത്തിലുണ്ടായിരുന്നത് പോലെ തന്നെ ഭൂമിയിലും നിയോഗിക്കപ്പെട്ടുമുണ്ട്. ഈ പിശാചിന്റെ നിരന്തരമുള്ള പ്രവർത്തനം കാരണം മാറി മാറി നാല് ഭാഗത്തും കൂടെയുള്ള സമീപിക്കൽ കാരണം അധിക ജനങ്ങളും പെട്ടുപോകുമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വിശ്വാസി നിരന്തരമായി ആത്മപരിശോധന നടത്തേണ്ട ഏറ്റവും സുപ്രധാനമായ വിഷയം, ഏതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ദുനിയാവിന് ഒന്നാം സ്ഥാനം കൊടുക്കപ്പെടുന്ന, ദുനിയാവിന് പ്രാധാന്യം കൊടുക്കപ്പെടുന്ന, പരലോകത്തിനും മരണാനന്തര ജീവിതത്തെയും ഏതെങ്കിലും വിഷയത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടോ? ഉണ്ടായാൽ പിന്നീട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വിപരീത ദിശയിലായി മാറും എന്നതൊരു പ്രകൃതിയുടെ നിയമമാണ്. വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രയോഗം
നമുക്ക് കാണാൻ സാധിക്കും. അമൽ ഹയാത്തി ദുനിയ ഇല്ലാ മത്താഉൽ ഉറൂർ. ഒരുപാട് സ്ഥലങ്ങളിൽ, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദുനിയാവ് എന്ന് പറയുന്നത് വഞ്ചനാത്മകമായ ഒരു ചതിച്ചരക്കല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ ദുനിയാവ് വേണ്ട എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ദുനിയാവില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. ദുനിയാവിലാണ് മനുഷ്യനുള്ളത്. ദുനിയാവിലെ വിഭവങ്ങളും അനിവാര്യമാണ്. പക്ഷെ അവിടെയൊക്കെ ചതിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ശാശ്വതമായ ആഖിറത്തെക്കാളും പ്രാധാന്യം ദുനിയാവിന് വന്നുപോവുക എന്നതാണ്. അത് അധിക ജനങ്ങൾക്കും സംഭവിക്കുമ്പോൾ അക്സറഹും ലാ യഅലമൂൻ, അക്സറഹുൽ ഫാസിഖൂൻ എന്നൊക്കെ തുടങ്ങിയ അക്സർ പറഞ്ഞുകൊണ്ട് അധികം ആളുകളും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ശിർക്കുമായി ബന്ധപ്പെട്ട് പോലും അല്ലെങ്കിൽ ഈമാനുമായി ബന്ധപ്പെട്ട് പോലും ഭൂരിപക്ഷം ആളുകളും പെട്ടുപോകുമെന്ന് ഖുർആൻ പറഞ്ഞത് നമുക്ക് കാണാം. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അധിക ജനങ്ങളും ദൈവവിശ്വാസികളാകുന്നില്ല എങ്ങനെയല്ലാതെ ശിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടല്ലാതെ. അപ്പൊ അത്രയും വലിയ ദുരന്തം ദുനിയാവിലെ മനുഷ്യനെ പിടികൂടും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. നമുക്കറിയാം, ഒരുപാട് ഹദീസുകൾ നമ്മൾ കേട്ട് തഴമ്പിച്ച ഹദീസുകൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. കുൻ ഫി ദുനിയ, ദുനിയാവിൽ നീ ഇങ്ങനെ മാത്രമേ ആവാൻ പാടുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, കഅന്നക ഗരീബ്, ഒരു വിദേശിയെ പോലെ. അപ്പൊ സൗദി അറേബ്യയിൽ ഇവിടുന്ന് വിസയൊക്കെ അടിച്ച് ഇവിടുത്തെ പൗരത്വമുള്ള ഒരാൾ സൗദി അറേബ്യയിൽ ജോലിക്ക് പോയതാണ്. ആ ജോലിക്ക് പോയ മനുഷ്യന് അവിടെ എന്തൊക്കെ കിട്ടാനുണ്ട്, സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ അവന് തെറ്റായ ധാരണ പ്രകാരം അവിടെ ഭൂമി വാങ്ങുകയും അവിടെ കെട്ടിടങ്ങളും വലിയ വലിയ സംവിധാനങ്ങളും ഒക്കെ അവൻ്റെതാണെന്ന ധാരണയിൽ അവൻ ഉണ്ടാക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഖുറൂജടിക്കപ്പെടും. ഖുറൂജടിക്കപ്പെടുമ്പോൾ അതൊന്നും കൈകാര്യം ചെയ്യാൻ അവന് സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അധികം വിദേശികൾ എന്താണ് പറയാറുള്ളത്, ചെറിയ ഒരു ബെഡ് സ്പേസ് അങ്ങനെയൊക്കെ പറയാറ്. ബാംഗ്ലൂരിലൊക്കെ അങ്ങനെ ഒരുപാട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു, ബെഡ് സ്പേസ് മാത്രം, ബാക്കി ഇങ്ങനത്തെ സമ്പാദിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെ ആയിരിക്കണം നീ ദുനിയാവിൽ. സമ്പാദിക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ സമ്പാദിക്കുന്നത് മുഴുവൻ എവിടേക്ക് കൊണ്ടുപോകണം? നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആയിരിക്കണം. അതായത് നമ്മുടെ നാട് ഒരു വിദേശിയെ പോലെ ആവണം. നീ നിന്റെ ദേശം ഇതല്ല. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവിനെ കുറിച്ചൊക്കെ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചെലവഴിക്കേണ്ട സദഖദാന ധർമ്മങ്ങളെ കുറിച്ചൊക്കെ ധാരാളമുണ്ട്. എത്ര കൂടുതൽ ചെലവഴിക്കുന്നു അവർക്കാണ് പ്രതിഫലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേ പ്രവാചകൻ തന്നെ ദുനിയാവിന്റെ അവസ്ഥയെക്കുറിച്ച് വ്യത്യസ്തമായ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. നീ ഒരു യാത്രക്കാരനെ പോലെ ആവണം എന്നാണ്. ഔവാബിർ സബീൽ, യാത്രക്കാരനെ പോലെ ആവണം. യാത്രക്കാരന് അവന്റെ ലക്ഷ്യം ബോംബെ ആണെങ്കിൽ അവൻ ചെന്നൈയിൽ പോയി തങ്ങാൻ പാടില്ല. അവിടെ ഞാൻ ഇതാണ് എൻ്റെ ബോംബെ എന്ന് കരുതിയിട്ട് പോയി കഴിഞ്ഞാൽ അതൊരിക്കലും അപകടമേ ആവുള്ളൂ. അബുലാല മൗദൂദ് സാഹിബ് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്, ഒരു നല്ല അതിവിശാലമായ ഒരു കപ്പലോ അല്ലെങ്കിൽ ഒരു ട്രെയിൻ, കപ്പലല്ല ട്രെയിൻ, സ്പീഡ് പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഒരാൾക്ക് ഒരു റൂമും വീടൊക്കെ കിട്ടി. അയാൾ കുറെ കാലം അതിലങ്ങനെ താമസിച്ചപ്പം ധരിച്ചുപോയി ഇതെന്റെ വീടാണ് എന്ന്. ആ ധാരണയിൽ അങ്ങനെ മുഴുകി ട്രെയിനാണ് യാത്രയാണെന്നൊക്കെ മറന്നു. അദ്ദേഹം ഒരു ദിവസം ഡോറ് തുറന്ന്, അത് വല്ല ബാത്റൂമിന്റെയോ അല്ലെങ്കിൽ അടുക്കളയുടെയൊക്കെ ഡോറാണെന്ന് കരുതിയായിട്ടാണ് അദ്ദേഹം തുറന്നത്. പക്ഷേ പുറത്തേക്കുള്ള ഡോറായിരുന്നു തുറന്നത്. അങ്ങനെ അദ്ദേഹം അടുക്കളയിലേക്കാണെന്ന് കരുതി അങ്ങോട്ട് കാൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ തകരാനുള്ളത് തകർന്ന് തരിപ്പണമാവുക തന്നെ ചെയ്യും. അയാൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണെന്നോ അയാൾ അങ്ങനെ ശ്രദ്ധയില്ലാതെ ചെയ്തുകൊണ്ടാണെന്നൊന്നും ഒരു ന്യായവും അതിന് പറഞ്ഞതുകൊണ്ട് യാതൊരു ഫലവുമില്ല. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ. ഒരു യാത്രക്കാരനാണ്, ഇവിടുന്ന് പോകാനുള്ളവനാണ് എന്ന ബോധത്തിൽ വേണം ദുനിയാവിലെ എല്ലാ ഇടപാടുകളും, സംസാരവും, നോട്ടവും, കേൾവിയും. ചില ആളുകളൊക്കെ നല്ലൊരു വാഹനം കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഒന്ന് കിട്ടിയ ഒരു മേനിയാണ്. ആ വാഹനത്തിന്റെ മുമ്പിലേക്ക് വേറൊരുത്തൻ, ഏതൊരുത്തൻ അറിയാതെ വല്ല ബൈക്കോ അല്ലെങ്കിൽ നിട്ട് കഴിഞ്ഞാൽ അവന്റെ കണ്ണുരുട്ടിയിട്ടുണ്ടോ, നിനക്ക് കണ്ണില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഗ്ലാസുകൾ താത്തിയിട്ട്, എന്താ മുഖത്ത് കണ്ണില്ലേ നിനക്ക്? ഈ മനുഷ്യൻ അങ്ങോട്ട് പോകും. പിന്നീട് ഇയാളോട് ആ ചോദ്യം എന്തൊക്കെ അർത്ഥമുണ്ട് നമ്മളോട് ചോദിക്കുമ്പോൾ അത് മനസ്സിലുണ്ടാക്കുന്ന ഒരു വേദന ശ്രദ്ധിച്ചിട്ട് അതിന് സോറി എന്ന് പറഞ്ഞ്, എന്ത് സോറി, ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. എന്നിട്ട് ഈ മനുഷ്യനെ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് കാണുമോ ഇല്ലേ, ഈ പറഞ്ഞതിന് മാപ്പ് ചോദിക്കാൻ സാധിക്കുമോ ഇല്ലേ എന്ന് യാതൊരു ചിന്തയുമില്ല.
ഇയാൾക്ക് ഒരു കാറ് കൊടുത്തതിന്റെ പേരിൽ അതിന് താഴെയുള്ള ബൈക്ക് ഓടിക്കുന്ന അതുപോലുള്ള ആളുകളോട് ആദരവും ബഹുമാനവും കാണിക്കാനാണ് അദ്ദേഹത്തെ കാറ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് ചെയ്യില്ല എന്ന് മാത്രമല്ല, ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ജോലിയുടെ കാര്യത്തിൽ, ബിസിനസിന്റെ കാര്യത്തിലൊക്കെ ഇത് നടക്കുന്നുണ്ട് തന്റെ താഴെക്കിടയിലുള്ള ആളുകളോട്. അതുകൊണ്ട് നീ അങ്ങനെ ആവരുത്, നീ ഒരിക്കലും അങ്ങനെ ആയി പോവരുത് എന്നാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദുനിയാവും ആഖിറവും തമ്മിലുള്ള അപേക്ഷിച്ച് അതിന്റെ ബന്ധം നമുക്ക് അറിയാവുന്നത് തന്നെയാണ് ഈ ഹദീസുകളൊക്കെ. മാ ദുനിയാ ഫിൽ ആഖിറ, പരലോകത്തെ അപേക്ഷിച്ച് ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഇല്ലാ മിസ്ല മാ യജ്അലു അഹദുക്കും